വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഗ്ലോബൽ മാർക്കറ്റും നെഗറ്റീവ് സൈഡിലായിരുന്നു ക്ലോസിംഗ് നൽകിയത്. നാസ്ഡാക്ക് 0.4%, S&P 1.32%, ഡോ ജോൺസ് 0.7% ഇടിഞ്ഞിരുന്നു. ബ്രന്റ് ക്രൂഡിൻ്റെ വില 2% ഇടിഞ്ഞ് $71 പെർ ബാരൽ എന്ന ലെവലിലേക്കെത്തി. വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് അവധിയായിരുന്നു. വ്യാഴാഴ്ചയും ഇന്ത്യൻ ഇൻഡെക്സ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ഏകദേശം 1849 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2481 കോടി രൂപയുടെ ബൈയിങ്ങാണ് നടത്തിയത്. ഇന്നത്തെ ദിവസം സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട സ്റ്റോക്കുകളെയാണ് പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. ഗ്രാസിമിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 11% വർദ്ധിച്ച് 30,221 കോടിയിൽ നിന്നും 33,563 കോടിയിലേക്കെത്തി. എന്നാൽ നെറ്റ് പ്രോഫിറ്റ് 45% ഇടിഞ്ഞു. 2024 കോടിയിൽ നിന്നും 1,100 കോടിയിലേക്കാണ് നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞത്. എബിറ്റ മാർജിൻ 20% നിന്നും 17.93% ഇടിയുകയും എബിറ്റ 6,053 കോടിയിൽ നിന്നും 6,018 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ റവന്യൂ 7% വർദ്ധിച്ച് 3,207 കോടിയിൽ നിന്നും 3,434 കോടിയിലേക്കെത്തി. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 61 കോടി രൂപയുടെ ലോസിൽ നിന്നും 384 കോടി രൂപയുടെ പ്രോഫിറ്റിലേക്കെത്തി. 382 കോടി രൂപയുടെ പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് എസ്റ്റിമേഷനുമായി ഏറെക്കുറെ ഇൻലൈനായ ക്വാർട്ടർലി റിസൾട്ടാണ്. റവന്യൂ എബിറ്റ 14.37% നിന്നും എബിറ്റ മാർജിൻ 17.5% ഉയരുകയും എബിറ്റ 461 കോടിയിൽ നിന്നും 602 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ റവന്യൂ 10% വർദ്ധിച്ച് 9,445 കോടിയിൽ നിന്നും 10,463 കോടിയിലേക്കെത്തി. നെറ്റ് പ്രോഫിറ്റ് 14% വർദ്ധിച്ച് 1,084 കോടിയിൽ നിന്നും 1,204 കോടിയിലേക്കെത്തി. എബിറ്റ മാർജിൻ 14% നിന്നും 14.5% ഇംപ്രൂവ് ആവുകയും എബിറ്റ 1,328 കോടിയിൽ നിന്നും 1,516 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ക്രോംപ്ടൺ ഗ്രോവ്സിൻ്റെ പ്രോഫിറ്റിൽ 26% വർധനവും റവന്യൂവിൽ 6% വർധനവുമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രോഫിറ്റ് 101 കോടിയിൽ നിന്ന് 128 കോടിയിലേക്കെത്തി. റവന്യൂ 1,782 കോടിയിൽ നിന്നും 1,896 കോടിയിലേക്കെത്തി. എബിറ്റ 175 കോടിയിൽ നിന്നും 203 കോടിയിലേക്ക് ഉയരുകയും എബിറ്റ മാർജിൻ 9.8% നിന്നും 10.7% ഉയരുകയും ചെയ്തു. ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ പ്രോഫിറ്റ് 14%, റവന്യൂ 10% ഉയർന്നു. 1,054 കോടിയിൽ നിന്നും 1,200 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഉയർന്നത്. റവന്യൂ 9,445 കോടിയിൽ നിന്നും 10,463 കോടിയിലേക്കെത്തി. എബിറ്റ 14% വർദ്ധിച്ചു. എബിറ്റ മാർജിൻ 14.5% ഉയർന്നു. അവന്തി ഫീഡ് മികച്ച ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെച്ചു. നെറ്റ് പ്രോഫിറ്റിൽ 45% വർധനവുണ്ടായി. റവന്യൂ 6% ഉയർന്നു. പ്രോഫിറ്റ് 83 കോടിയിൽ നിന്ന് 121 കോടിയിലേക്ക് ഉയർന്നു. എബിറ്റ മാർജിൻ 7.82% നിന്നും 10% ഇംപ്രൂവ് ആവുകയും എബിറ്റ 93 കോടിയിൽ നിന്ന് 135 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ബാലാജി അമീനിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 9% ഇടിഞ്ഞെങ്കിലും പ്രോഫിറ്റ് 14% വർദ്ധിച്ച് 36 കോടിയിൽ നിന്ന് 41 കോടിയിലേക്കെത്തി. റവന്യൂ 381 കോടിയിൽ നിന്നും 347 കോടിയിലേക്കാണ് ഇടിഞ്ഞത്. എബിറ്റ മാർജിൻ 14% നിന്നും 17.5% ഉയരുകയും എബിറ്റ 53 കോടിയിൽ നിന്നും 60 കോടിയായി ഇംപ്രൂവ് ആവുകയും ചെയ്തു. ലെമൺ ട്രീ ഹോട്ടൽസിൻ്റെ പ്രോഫിറ്റ് 34%, റവന്യൂ 24% വർദ്ധിച്ചു. എബിറ്റ 45% നിന്ന് 45.7%, എബിറ്റ മാർജിൻ 45% നിന്ന് 45.7%, എബിറ്റ 104 കോടിയിൽ നിന്ന് 103 കോടിയിലേക്കും ഉയർന്നു. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. വ്യാജ ബാങ്ക് ഗ്യാരണ്ടി സമർപ്പിച്ചു എന്ന് ആരോപിച്ച് റിലയൻസ് പവർ എന്ന കമ്പനിക്ക് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും ഷോക്കോസ് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. സോളാർ എനർജി കമ്മീഷൻ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട അപ്ഡേറ്റ് പ്രകാരം ഫസ്റ്റ് റാൻഡഡ് ബാങ്കിൻ്റെ മനില ബ്രാഞ്ച് നൽകിയിരുന്ന ബാങ്ക് ഗ്യാരണ്ടി പരിശോധിച്ചപ്പോൾ മനില എന്ന ബ്രാഞ്ച് ഇല്ല എന്ന് ഫസ്റ്റ് റാൻഡഡ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടെൻഡറിൽ കൃത്രിമത്വം കാട്ടിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് റിലയൻസ് പവറിനെതിരെ SESI അതായത് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഷോക്കോസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇത് റിലയൻസ് പവറിനെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി
ഒരു എൻ്റർടൈൻമെൻറ്റ് ബ്രാൻഡുകളെല്ലാം കൂടി ചേർത്ത് ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കമ്പനിയിൽ ഏകദേശം 11,500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും റിലയൻസ് ഇൻഡസ്ട്രീസ് നടത്തുക. ഈ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയുടെ 16% സ്റ്റേക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ഓൺ ചെയ്യും. 46.82% സ്റ്റേക്ക് വയാക്കോം എറ്റിയും 36.84% സ്റ്റോക്ക് ഡിസ്നിയുമായിരിക്കും ഹോൾഡ് ചെയ്യുക. വയാക്കോം എറ്റി റിലയൻസിൻ്റെ തന്നെ ഒരു സബ്സിഡറി കമ്പനി ആയതുകൊണ്ട് ഈ കമ്പനിയുടെ കൺട്രോൾ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ കയ്യിലായിരിക്കും. കൂടാതെ ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്റ്റോക്ക് ഗെയിലാണ്. ഗെയിൽ എന്ന കമ്പനി 0.52 മില്യൺ മെട്രിക് ടൺ പെർ ആനം LNG ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടി ADNOC ഗ്യാസ് എന്ന കമ്പനിയുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് എന്ന കമ്പനി 22,135 സ്ക്വയർ മീറ്റർ ലാൻഡ് മുംബൈയിൽ റെസിഡൻഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി 292 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. എക്സ്പ്ലോ സൊല്യൂഷൻ എന്ന കമ്പനി സൗദി അറേബ്യയിൽ ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനി ആരംഭിക്കാൻ തീരുമാനിച്ചു. SEPC എന്ന കമ്പനി 350 കോടി രൂപ റൈറ്റ് ഇഷ്യൂ വഴി സമാഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ KPI ഗ്രീൻ എന്ന കമ്പനിയുടെ ബോണസ് പ്രഖ്യാപനം നടന്നു. കമ്പനിയുടെ ഓരോ 2 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും 1 ഷെയർ ബോണസായി ലഭിക്കും. മാൻകൈൻഡ് ഫാർമ ഭാരത് സെർത്തിൻ്റെ 39.68% സ്റ്റേക്കുകൾ പ്ലഡ്ജിൽ വെച്ചിട്ടുണ്ട്. ടാറ്റ പവർ എന്ന കമ്പനി ERES പ്രോജക്റ്റിൻ്റെ 100% സ്റ്റേക്കുകൾ 18.56 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. ഉജ്ജീവൻ സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ നോൺ പെർഫോമിംഗ് അസറ്റും ഏകദേശം 270 കോടി രൂപയുടെ റൈറ്റ് ഓഫ് ചെയ്ത ലോണുകളും കമ്പനി സെൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് എന്ന കമ്പനി ഗെയിലിന് നൽകിയിരിക്കുന്ന ഡൊമസ്റ്റിക് ഗ്യാസ് അലോക്കേഷൻ 20% റെഡ്യൂസ് ചെയ്തു. മഹാനഗർ ഗ്യാസും അദാനി ഗ്യാസും ഗെയിലിന് നൽകിയിരിക്കുന്ന ഗ്യാസ് അലോക്കേഷൻ 13% റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. HCL ടെക് എന്ന സ്റ്റോക്കിൽ നിന്ന് ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. HCL ടെക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് സർവീസ് റോൾ ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിയൻറ്റ് ഇന്ത്യ എന്ന കമ്പനി അല്ലെഗ്രോ മൈക്രോസിസ്റ്റം എന്ന കമ്പനിയുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈസി പ്ലാനേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനി അതിൻ്റെ ബിസിനസ് വിപുലീകരണത്തിൻ്റെ ഭാഗമായി പ്ലാന്റ് എഡ്യൂക്കേഷൻ്റെ 49% സ്റ്റേക്കുകൾ 39 കോടി രൂപയ്ക്കും ജീവനി ഹോസ്പിറ്റലിൻ്റെ 50% സ്റ്റേക്കുകൾ 100 കോടി രൂപയ്ക്കും അക്വയർ ചെയ്യാൻ തീരുമാനിച്ചു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.